ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വി സ്റ്റഡീഡ് റിഗാർഡിങ് എർത്ത് ആൻഡ് എർത്ത്സ് മൂവ്മെൻറ്റ്സ്. എർത്തിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കിയിരുന്നു. ഏതൊക്കെയാണ്? റൊട്ടേഷൻ, റെവല്യൂഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ആക്സിസിൽ നിന്ന് തന്നെ കറങ്ങുന്നതാണെന്നും 24 മണിക്കൂർ കൊടുത്താണ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുന്നതും അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഡേയ്സും നൈറ്റ്സും ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി. റെവല്യൂഷൻ, എർത്ത് സൂര്യന് വലം വയ്ക്കുന്നത്, ആ പാത്തിനെ വിളിക്കുന്ന പേര് ഓർബിറ്റ്, ഓർബിറ്റിന്റെ ഷേപ്പ് എലിപ്സ്. ആൻഡ് റെവല്യൂഷൻ വേണ്ടി എടുക്കുന്ന സമയം വി നോ ഇറ്റ് ഈസ് 365 days. അതിന് നമ്മൾ ഒരു വർഷമായി കണക്കാക്കുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്കിവിടെ സീസൺസ് ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എർത്തിലേക്ക് കുറച്ചുകൂടി കാര്യമായി കിടക്കുക. ഓക്കെ, നമ്മൾ എർത്തിൻ്റെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയത്, ഇനി എർത്തിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു വേൾഡ് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ആ മാപ്പിലും ഗ്ലോബിലും എല്ലാം we can see many horizontal and vertical lines. horizontal and vertical lines. അതായത് ഗ്ലോബിലും മാപ്പിലും ഒക്കെ ആയിട്ട് വരച്ചിട്ടുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. ഈ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. നമുക്കറിയാമായിരിക്കും അല്ലേ, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഈ ഹൊറിസോണ്ടൽ ലൈൻസ്, അതായത് ഓൾമോസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ പോകുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്. നേരെ മറിച്ച് വേർട്ടിക്കൽ ലൈൻസ്, നോർത്ത് സൗത്ത് പോകുന്ന വേർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ലൈൻസ് ലാറ്റിറ്റ്യൂഡ്സ്, വേർട്ടിക്കൽ ലൈൻസ് ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ എന്തിനാണ് ഈ ലൈൻസ് വരച്ചിരിക്കുന്നത്? എന്താണ് അതിൻ്റെ പർപ്പസ്? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എർത്തിൽ ഏതൊരു സ്ഥലത്തിനെയും എളുപ്പത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിലൊക്കെ ഗ്രാഫ്സ്, കോളേജിലൊക്കെ ഗ്രാഫുകൾ വരച്ചിട്ടുണ്ടാവും. ഗ്രാഫിൽ എങ്ങനെയാണ്? നമുക്കൊരു എക്സ് ആക്സിസ് നമ്മൾ എടുക്കും, ഒരു വൈ ആക്സിസ് വരയ്ക്കും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഈ എക്സ് ആക്സിസിൽ ഒരു കോർഡിനേറ്റ് ഉണ്ടാവും, വൈ ആക്സിസിനെ കോർഡിനേറ്റ് വെച്ചിട്ട് നമ്മളൊരു ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നു. അതിന് സിമിലർ ആയിട്ട് ലോകം മുഴുവൻ ആക്സെപ്റ്റഡ് ആയ ഒരു രീതിയിൽ ഒരു ലൊക്കേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഐഡിയയാണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഗൂഗിൾ മാപ്സിൽ നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീടിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ത്. അപ്പൊ നിങ്ങളുടെ വീടിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിലോ മെക്സിക്കോയിലോ അല്ലെങ്കിൽ ബ്രസീലിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഉള്ള ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും എവിടെയാണ് ആ ലൊക്കേഷൻ. നിങ്ങൾക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ആക്സെപ്റ്റഡ് ആകുന്ന രീതിയിൽ മാപ്പ് അല്ലെങ്കിൽ നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിന്റെ ഏറ്റവും ബേസിക് ആയ ഒബ്ജക്റ്റീവ്. ഇത് കൂടാതെ ലൈക്ക് ടൈം പോലുള്ള കാര്യങ്ങൾ, കാൽക്കുലേഷൻ ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതെങ്ങനെയാണ്, എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നു ലാറ്റിറ്റ്യൂഡ്സ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഈസ്റ്റ് വെസ്റ്റ് റണ്ണിങ്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി നോർത്ത് സൗത്ത് റണ്ണിങ്. അപ്പോൾ നമുക്ക് നോക്കാം ലാറ്റിറ്റ്യൂഡ്സ്. ഹൊറിസോണ്ടൽ റണ്ണിങ് ആയിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി ഞാൻ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം, നമുക്കത് നോക്കാം. അതിനുശേഷം നമുക്ക് എഴുതിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, സോ ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്, ദേ ആർ ഹൊറിസോണ്ടലി റണ്ണിങ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ടു വെസ്റ്റ് എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ഈസ്റ്റ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന ഹൊറിസോണ്ടലി റണ്ണിങ് ആയിട്ടുള്ളതാണെന്ത്? ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ. ഇങ്ങനെ ഹൊറിസോണ്ടലി പോകുന്നു. ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടലി പോകുന്നു ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സിനെ പൊതുവെ നമ്മൾ ഇമാജിനറി ലൈൻസ് എന്നാണ് പറയുക. ഓക്കെ, ഇമാജിനറി ആണ്. പക്ഷെ ഒന്ന് നോക്കൂ, ഈ ഗ്ലോബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയൂ, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ആണോ? നിങ്ങൾ ഈ 80 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നോക്കൂ. 80 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും അല്ലെ. 70 ഡിഗ്രി ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. സോ ആർ ദേ ബേസിക്കലി ലൈൻസ്? ക്യാൻ ഐ കോൾ ദം ആസ് സർക്കിൾസ്? സർക്കിൾസ് എന്ന് വിളിച്ചുകൂടെ? സർക്കിൾസ് അല്ലേ ശരിക്കും? സപ്പോസ് ഇവിടെ ഒരു ഗ്ലോബ് ഉണ്ടെന്ന് സങ്കല്പിക്കൂ. ആ ഗ്ലോബിൽ ഞാൻ ഇക്വേറ്റർ അല്ലെങ്കിൽ ഒരു ലാറ്റിറ്റ്യൂഡ് ഞാൻ ഇങ്ങനെ വരയ്ക്കുക, ഈ പേന വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഞാൻ ലാറ്റിറ്റ്യൂഡ് വരച്ചു. ആ വരച്ച ആ ലൈനിനെ ഞാൻ ഇങ്ങനെ എടുത്ത് പിടിക്കുകയാണെങ്കിൽ അതെന്താ? ഒരു സർക്കിൾ അല്ലേ. സോ ലാറ്റിറ്റ്യൂഡ്സ് ആർ ബേസിക്കലി കംപ്ലീറ്റ് സർക്കിൾസ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, ദേ ആർ റണ്ണിങ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. 2, ദേ ആർ കംപ്ലീറ്റ് സർക്കിൾസ്. 3, ഈ ചിത്രത്തിൽ നോക്കൂ. ക്യാൻ ഐ സേ ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ? രണ്ട് ലാറ്റിറ്റ്യൂഡ് തമ്മിൽ എവിടെയെങ്കിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. സോ യു ക്യാൻ സി ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. എന്താ പാരലൽ ലൈൻസ്? രണ്ട് ലൈൻസ് തമ്മിൽ എപ്പോഴും ഈക്വി ഡിസ്റ്റന്റ് ആണ്. അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് പാരലൽ ലൈൻസ്. സോ ഇവിടെ ലാറ്റിറ്റ്യൂഡ്സ് നോക്കൂ, അവരെവിടെയും കൂട്ടിമുട്ടുന്നതായി വരയ്ക്കുന്നില്ല. സോ ദേ ക്യാൻ കോൾ ദം ആസ് പാരലൽസ്. ഓക്കെ, അവർ പാരലൽസ് എന്നുള്ള പേരിലും അറിയപ്പെടും, അല്ലെങ്കിൽ അവർ പാരലൽ ആണ് തമ്മിൽ, അല്ലെങ്കിൽ ഈക്വി ഡിസ്റ്റന്റ് ആണ് തമ്മിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
horizontal running in east west direction, complete circles, they are parallel. ഇനി നോക്കൂ, എല്ലാ ലാറ്റ്റ്യൂഡ്സും ബേസിക്കലി ഒരു ഒരേ ലെങ്ത് ആണോ? എല്ലാ ലാറ്റ്റ്യൂഡ്സിനും ഒരേ ലെങ്ത് ആണോ? അല്ല, എല്ലാ ലാറ്റ്റ്യൂഡ്സിനും ഒരേ ലെങ്ത് അല്ല. നോക്കൂ, ഇക്വേറ്റർ എന്ന് നോക്കിയാൽ നമുക്ക് 80 ഡിഗ്രി നോക്കാം. 80 ഡിഗ്രിയുടെ ലെങ്ത് ഇത്രയുമാണ്. 70 ഡിഗ്രി ലെങ്ത് കുറച്ചും കൂടി 60 ഡിഗ്രിയുടെ വീണ്ടും കൂടി, 50 ഡിഗ്രിയുടെ വീണ്ടും കൂടി, അങ്ങനെ ലാസ്റ്റ് 0 ഡിഗ്രി എത്തുമ്പോഴേക്കും എന്താ, അതൊരു വലിയ സർക്കിളായി മാറി അല്ലെ? സോ അതുകൊണ്ട് എല്ലാ ലാറ്റ്റ്യൂഡ്സിനും ഈക്വൽ ലെങ്ത് ആണോ? അല്ല. നമ്മൾ ഈ 0 ഡിഗ്രി വരച്ചിട്ടുള്ള ഇക്വേറ്റർ എന്ന് പറയുന്ന ഭാഗം, അതായത് ഓൾമോസ്റ്റ് എർത്തിനെ പകുതിയായി ഡിവൈഡ് ചെയ്യുന്ന പകുതി ഭാഗം, ഭൂമധ്യരേഖ എന്ന് മലയാളത്തിൽ പറയുന്ന ഇക്വേറ്റർ എന്നുള്ള ഭാഗം, ഇക്വേറ്റർ എന്ന് പറയുന്ന ലാറ്റ്റ്യൂഡിനാണ് ഏറ്റവും ലെങ്ത് കൂടുതൽ. നിങ്ങൾ 80 ഡിഗ്രി 90 ഡിഗ്രി ആകുമ്പോൾ 80 ഡിഗ്രി നോക്ക്, ലെങ്ത് വളരെ കുറവാ. അതായത് ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകും തോറും ലാറ്റിറ്റ്യൂഡ്സിന്റെ ലെങ്ത് കുറഞ്ഞു വരികയാണ്. ദി ലെങ്ത് ഓഫ് ദി ലാറ്റിറ്റ്യൂഡ് ഡിക്രീസസ് ആസ് വി മൂവ് ഫ്രം ഇക്വേറ്റർ ടു പോൾസ്. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകും തോറും ലാറ്റിറ്റ്യൂഡിന്റെ ലെങ്ത് കുറഞ്ഞു വരുന്നു. അപ്പൊ എല്ലാ ലാറ്റിറ്റ്യൂഡും ഈക്വൽ ലെങ്ത് ആണോ? അല്ല. ദേ ഗെറ്റ് ഷോർട്ടർ ടുവേർഡ്സ് ദി പോൾസ്. പോൾസിലേക്ക് പോകുമ്പോൾ ചെറുതായി വരികയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. They are horizontally running in east-west directions. They are parallel to each other and never meet. They are circles. Then the length of the latitude decreases from equator to poles. അപ്പോൾ ആ ഇക്വേറ്റർ എന്ന് പറയുന്ന നടുഭാഗം അല്ലെങ്കിൽ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്, അതിന് നമ്മൾ 0 ഡിഗ്രിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നോർത്തിലേക്ക് 10, 20, 30, 40 തൊട്ട് 90 വരെ കാണാം. സൗത്തിലേക്കുമുണ്ട് 10, 20, 30, 40, 50 തൊട്ട് 90 വരെ. So latitudes are running 0 to 90 degree to the north, 0 to 90 degree to the south, 90 degree to the north, 90 degree to the south. അങ്ങനെ latitudes run ചെയ്യുന്നു. So latitudes are running 90 degree to the north and 90 degree to the south. അങ്ങനെ പറയാം. ഓക്കെ, അപ്പോ ഈ ലാറ്റിറ്റ്യൂഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ പേരുകൾ നോക്കൂ. 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ. എന്തിനാണ് നമ്മൾ ഈ ഡിഗ്രി മെഷർമെന്റ്സ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഡിഗ്രി എന്നുള്ള ടേം പറയുന്നതിനാ 0, 10, 20, 30 തൊട്ട് 90 വരെ ഇട്ടാ പോരെ? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി ഡിഗ്രി ടേം? അപ്പോ ഡിഗ്രി എന്നുള്ളൊരു വാക്ക് നമ്മൾ ബേസിക്കലി എന്തിനു ഉപയോഗിക്കുന്നതാ? ഡിഗ്രി എന്നുള്ള വാക്ക് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആംഗിൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ പഠിച്ച ചെറിയ ക്ലാസ്സിൽ മാത്സിൽ പഠിച്ചിരിക്കുന്ന പോലെ ആംഗിൾസ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡിഗ്രി. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സും ഒരു തരത്തിൽ പറഞ്ഞാൽ ആംഗിൾസ് ആണ്. എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ്സ് ആംഗിൾസ് ആവുന്നത് നോക്കാം. സപ്പോസ് ഇത് എർത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഇത് എർത്തിന്റെ സെന്റർ മോസ്റ്റ് പോയിന്റ്. നമ്മൾ ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ടല്ലോ എർത്തിന്, അതിലെ കോറിലെയും ഏറ്റവും സെന്റർ മോസ്റ്റ് പോയിന്റ് ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സെന്റർ മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഞാനൊരു 0 ഡിഗ്രി കണക്കെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എർത്തിന്റെ സർഫസിൽ എവിടെ പോയി മീറ്റ് ചെയ്യുന്നോ ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് 0 ഡിഗ്രി. ഞാൻ ഒന്നുമില്ല, ഇവിടെ നിന്ന് 0 ഡിഗ്രി കണക്കേ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു, അതവിടെ പോയി മീറ്റ് ചെയ്തു, അതാണ് ഇക്വേറ്റർ 0 ഡിഗ്രി. ഞാനൊരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 20 ഡിഗ്രി മെഷർ ചെയ്ത് വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഇതാണ് ആ 20 ഡിഗ്രി. ആ 20 ഡിഗ്രി ലൈൻ എവിടെ പോയി മീറ്റ് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ആ 20 ഡിഗ്രി ലൈൻ എവിടെ പോയി മീറ്റ് ചെയ്യുന്നോ അതാണ് 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ദെൻ ഞാൻ ഇവിടുന്ന് ഒരു 40 ഡിഗ്രി വരയ്ക്കുന്നു. ഈ 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എവിടെ പോയി മീറ്റ് ചെയ്യുന്നോ അതാണ് 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. 90 ഡിഗ്രി വരയ്ക്കുന്നു. 90 ഡിഗ്രി പോയാൽ എവിടേക്കായിരിക്കും? ദാറ്റ് വിൽ ബി ദ പോൾ. സിമിലർലി സൗത്തിലേക്കും ഇപ്പൊ ഞാനൊരു 40 ഡിഗ്രി സൗത്തിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് 40 ഡിഗ്രി. ഇത് എവിടെ മീറ്റ് ചെയ്യുന്നു അതാണ് 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഓരോ ലാറ്റിറ്റ്യൂഡും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. എർത്തിന്റെ സെൻട്രിൽ നിന്നും എത്ര ആംഗിളിലാണ് ആ പോയിന്റ് കിടക്കുന്നത് എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് ഓരോ ലാറ്റിറ്റ്യൂഡും. അതുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി എന്നുള്ള ടേമിൽ പറയുന്നത്. സോ വി ക്യാൻ സേ ലാറ്റിറ്റ്യൂഡ്സ് ബേസിക്കലി റെപ്രസെന്റ്സ് ദി ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ടുവേർഡ്സ് ദി നോർത്ത് ഓർ സൗത്ത് ഓഫ് ഇക്വേറ്റർ. Latitudes represents the angular distance of a point towards the north or south of equator. ഇക്വേറ്ററിന്റെ എത്ര ഡിഗ്രി നോർത്തിലേക്ക് എത്ര ഡിഗ്രി സൗത്തിലേക്ക് എന്നുള്ള ആംഗുലാർ ഡിസ്റ്റൻസ് ആണ് ഓരോ ലാറ്റിറ്റ്യൂഡും നമ്മളെ കാണിച്ചു തരുന്നത്. അതാണ് 20 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി എന്നുള്ള ടേംസ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ടു റീകളക്ട്, ലാറ്റിറ്റ്യൂഡ്സ് they are horizontally running in east west direction. They are complete circles. They are parallel to each other and they never intersect.
the length of the latitude decreases from equator to poles. Latitudes extends from 0 degree to at the equator to the 90 degree to the north and 90 degree to the south. Every latitude represents the angular distance of a point towards the north or towards the south of the equator. ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും ലാറ്റ്യൂഡ്സിനെ പറ്റി അറിയാതെ പോകരുത്. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം. ലാറ്റ്യൂഡ്സ് ആർ ഓൾസോ നോൺ ആസ് പാരലൽസ്. ലാറ്റ്യൂഡിനെ പറയുന്ന മറ്റൊരു പേരാണ് പാരലൽസ്. 10th ഡിഗ്രി പാരലൽ എന്ന് പറഞ്ഞാൽ 10th ഡിഗ്രി ലാറ്റ്യൂഡ് എന്നാണ് അർത്ഥം. 20 ഡിഗ്രി പാരലൽ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി ലാറ്റ്യൂഡ് എന്നാണ് അർത്ഥം. ദേ റൺസ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, നമ്മൾ പറഞ്ഞു. ദേ മെഷർ ദി ഡിസ്റ്റൻസ് നോർത്ത് ഓർ സൗത്ത് ഫ്രം ദി ഇക്വേറ്റർ, അതും പറഞ്ഞു, ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. ദേ ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് നെവർ മീറ്റ്സ്, അതും നമ്മൾ പറഞ്ഞു, അവർ പാരലൽ ആണ്, ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. ക്രോസ് ദി പ്രൈം മെറിഡിയൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഈ പ്രൈം മെറിഡിയൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല, അത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് പഠിക്കുമ്പോൾ പറയാം, അവിടെ നിന്നോട്ടെ. ലൈസ് ഇൻ ദി പ്ലെയിൻസ് ദാറ്റ് ക്രോസ് ദി എർത്ത് ആക്സിസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. അല്ലേ, ഇപ്പൊ ഞാൻ ഈ ലാറ്റ്യൂഡ്, ഈ പറയുന്ന 50 ഡിഗ്രി ലാറ്റ്യൂഡ് പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയാണ് കിടക്കുന്നത്. അത് ആക്സിസ്, എർത്തിന്റെ ആക്സിസ് ഇങ്ങനെയല്ല വരുന്നത്, അതുമായിട്ട് 90 ഡിഗ്രി ആണ് അല്ലെ. സോ ഇറ്റ് ലൈസ് ഇൻ ദ പ്ലെയിൻ ദാറ്റ് ക്രോസ് ദി എർത്ത് ആക്സിസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ദ പ്ലെയിൻ, ആ ലാറ്റ്യൂഡിന്റെ ഒരു പ്ലെയിൻ വരച്ചു, നമ്മൾ ആക്സിസുമായി നോക്കി കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. Get shorter towards the poles with only equator the longest or the great circle. ഇക്വേറ്ററിന് ഏറ്റവും നീളം കൂടിയ സർക്കിൾ, അവിടുന്ന് മുകളിലേക്ക് പോകുന്നതോറും താഴേക്ക് പോകുന്നതോറും ഹയർ ലാറ്റ്യൂഡ്സിലേക്ക് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇത്രയും കാര്യങ്ങൾ ലാറ്റ്യൂഡിനെ പറ്റി ഓർത്തു വെക്കണം. ഓക്കെ, ഓൾസോ നോൺ ആസ് പാരലൽസ്, runs in east west direction horizontally, complete circles, get shorter towards the poles from the equator, they are parallel to each other, never intersects, represents the angular distance of a point towards the north or south of equator. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ലാറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ലാറ്റ്യൂഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ഗോ ഫോർ ലോഞ്ചിറ്റ്യൂഡ്സ്. ലോഞ്ചിറ്റ്യൂഡ്സ് പഠിക്കുമ്പോൾ ലാറ്റ്യൂഡുമായി ബന്ധപ്പെടുത്തി തന്നെ ഓർത്തു വെച്ചാൽ മതി, എളുപ്പമാണ്. ഓക്കെ, ഇഫ് യു ക്യാൻ റിലേറ്റ് ലാറ്റ്യൂഡ്സുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഇവിടെ നോക്കുക, മാപ്പിൽ നോക്കുക, അല്ലെങ്കിൽ ഫിഗറിൽ നോക്കുക, ഞാൻ പറഞ്ഞുതരാം. ലാറ്റ്യൂഡ്സിൽ നമ്മൾ പറഞ്ഞത് ദേ ആർ ഹൊറിസോണ്ടലി റണ്ണിങ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ആർ വെർട്ടിക്കലി റണ്ണിങ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. വെർട്ടിക്കലി നോർത്ത് സൗത്ത് ഡയറക്ഷൻ റൺ ചെയ്യുന്നു. വെർട്ടിക്കലാണ് നോർത്ത് ടു സൗത്ത്, അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത്, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയാം. ലാറ്റ്യൂഡ്സിൽ നമ്മൾ പറഞ്ഞു അവർ കംപ്ലീറ്റ് സർക്കിൾസ് ആണ്. ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണ്? ഫിഗർ നോക്കൂ. വി ക്യാൻ സേ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ സെമി സർക്കിൾസ് അല്ലെ. ഈ 0 ഡിഗ്രി റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ തൊട്ട് സൗത്തിലേക്ക് പോകുന്നു. 10 ഡിഗ്രി നോക്കിയാലും ഇവിടെ തൊട്ട് സൗത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു എർത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഈ എർത്തിൽ ലോഞ്ചിറ്റ്യൂഡ് വരച്ചത് ഇങ്ങനെ വരുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്. അത് ഞാൻ എടുത്ത് പിടിച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എ സെമി സർക്കിൾ. സോ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ സെമി സർക്കിൾസ്. ലാറ്റിറ്റ്യൂഡ്സിൽ നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് നെവർ ഇന്റർസെക്ട്സ്. രണ്ട് ലാറ്റിറ്റ്യൂഡ് എപ്പോഴും പാരലായി പോയിക്കൊണ്ടിരിക്കും, അവരെവിടെയും കൂട്ടിമുട്ടില്ല നമ്മൾ പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡ് നോക്കൂ. വി ക്യാൻ സേ ദ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇന്റർസെക്ടിങ് അറ്റ് ദി പോൾസ്. എല്ലാ ലോഞ്ചിറ്റ്യൂഡ് എവിടെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്? പോൾസിൽ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, രണ്ട് ലോഞ്ചിറ്റ്യൂഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം ആണ്. ഇക്വേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ നോർത്തിലേക്കോ സൗത്തിലേക്കോ പോകും തോറും ഈ ഡിസ്റ്റൻസ് കുറഞ്ഞ് വന്ന് ഇവിടെ നമ്മൾക്ക് മീറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് ഇതാ ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കുറഞ്ഞു, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കുറഞ്ഞു, അങ്ങനെ ഫൈനലി ഇവിടെ എത്തിയപ്പോൾ മീറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ the distance between two longitudes are maximum at the equator. It reduces and finally intersects at the poles. Latitudes നമ്മൾ പറഞ്ഞത് എന്താ? Equator is the greatest latitude, അല്ലെങ്കിൽ equator is the longest latitude. The length of the latitude decreases from equator to poles. Equator നിന്ന് പോൾസിലേക്ക് പോകുന്നതോറും ലാറ്റിറ്റ്യൂഡിന്റെ ലെങ്ത് കുറഞ്ഞു വരുന്നു. ഇവിടെ ലോഞ്ചിറ്റ്യൂഡ് നോക്കൂ. We can say all longitudes are of equal length. എല്ലാ ലോഞ്ചിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. ലാറ്റിറ്റ്യൂഡിൽ നമ്മൾ 0 ഡിഗ്രി ഇക്വേറ്റർ എടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഏറ്റവും നീളം കൂടിയ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എർത്തിന്റെ ഓൾമോസ്റ്റ് സെന്റർ ഭാഗത്ത് വരുന്ന ലാറ്റിറ്റ്യൂഡ് അതിനെടുത്ത് 0 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു, ഇക്വേറ്റർ എന്ന് വിളിച്ചു. പക്ഷെ ലോഞ്ചിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലോഞ്ചിറ്റ്യൂഡും സെയിം ആണ്, എല്ലാത്തിനും ഈക്വൽ ലെങ്ത് ആണ്, എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. എവിടെ നമ്മൾ എണ്ണി തുടങ്ങും? എവിടെ നമ്മൾ 0 മാർക്ക് ചെയ്യും? അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വന്നത് നിങ്ങൾക്ക് അറിയാലോ. ഒരു കാലഘട്ടത്തിൽ ഈ സയൻസിന്റെ ഒക്കെ പ്രൊപ്പഗേറ്റേഴ്സ് ആയി മുന്നിട്ട് നിന്നത് യൂറോപ്യൻസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലണ്ടനിൽ വി ഹാഡ് എ റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. നിങ്ങൾക്ക് ആ സ്ഥലത്തിന്റെ പേര് നമുക്ക് പരിചയം ഉണ്ടാവും. റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഇൻ ഗ്രീൻവിച്ച്, ലണ്ടൻ. ലണ്ടനിലെ
ഈ റോയൽ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി നമ്മൾ ചൂസ് ചെയ്തു. ആ റോയൽ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററിയിൽ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ 0 ഡിഗ്രി ആയി മാർക്ക് ചെയ്തു. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. റോയൽ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി അവരാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിൽ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ 0 ഡിഗ്രി ആയി മാർക്ക് ചെയ്തു. അവിടെ ഗ്രീൻവിച്ച്, ലണ്ടൻ. നിങ്ങൾ ഈ മാപ്പിൽ നോക്കൂ, ഈ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ, അല്ലെങ്കിൽ 0 ഡിഗ്രി വിളിക്കുന്ന പേരാ പ്രൈം മെറിഡിയൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ UK. അതിൽ കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് അവർ എന്ത് ചെയ്തു? 0 ഡിഗ്രി എന്ന് വിളിച്ചു. ആ 0 ഡിഗ്രിയിൽ നമ്മൾ ഒരു പേരിട്ട് കൊടുത്തു, അതാണ് പ്രൈം മെറിഡിയൻ. ഓക്കെ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് വിളിക്കുന്ന പേരാണ് പ്രൈം മെറിഡിയൻ. ലാറ്റിറ്റ്യൂഡ്സ് 0 ഡിഗ്രി ഇക്വേറ്ററിൽ നിന്ന് 90 ഡിഗ്രി നോർത്തിലേക്കും 90 ഡിഗ്രി സൗത്തിലേക്കും പോകുന്നതായിട്ട് നമ്മൾ കണക്കൂട്ടിയത്. ലോഞ്ചിറ്റ്യൂഡ്സ് 90 വരെയല്ല, 180 വരെ പോകുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ റണ്ണിങ് 180 ഡിഗ്രി ടു ദ ഈസ്റ്റ്, 180 ഡിഗ്രി ടു ദ വെസ്റ്റ്. ഓക്കെ, ഈസ്റ്റിലേക്ക് 180 വരെ, വെസ്റ്റിലേക്ക് 180 വരെ. അപ്പൊ മൊത്തം 360 ഡിഗ്രി വരെ ഉണ്ട്. ആര്? ഈ പറയുന്ന, അല്ലെങ്കിൽ 360 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്. ദേ ആർ റണ്ണിങ് 180 ഡിഗ്രി ടു ദ ഈസ്റ്റ്, 180 ഡിഗ്രി ടു ദ വെസ്റ്റ്. അത് എന്തിനായിരിക്കും 180 ഡിഗ്രി? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് മാറുന്നത് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. ഇപ്പൊ സപ്പോസ് എന്റെ ഈ കോട്ടിൽ കാണുന്ന ബട്ടൺസ് ഒരു ലോഞ്ചിറ്റ്യൂഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ കറങ്ങി കഴിയുമ്പോൾ ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡ് നിങ്ങളെ ഫേസ് ചെയ്യുന്നു. ഞാൻ എർത്താണ്, ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പൊ മറ്റൊരു സൈഡാണ് ഫേസ് ചെയ്യുന്നത്, മറ്റൊരു ലോഞ്ചിറ്റ്യൂഡ് ആയിരിക്കും നിങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ അതുമായിട്ടൊന്ന് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കത് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ അത്തരത്തിൽ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? 360 ലോഞ്ചിറ്റ്യൂഡ്സ് വരച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം ലോഞ്ചിറ്റ്യൂഡിനെ പറ്റിയിട്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ദേ ആർ വെർട്ടിക്കലി റണ്ണിങ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. 2, ദേ ആർ സെമി സർക്കിൾസ്. 3, distance between two longitudes are maximum at the equator. It reduces and finally intersects at the poles. All longitudes are of equal length. Then Royal Astronomical Observatory Greenwich London കടന്നു പോകുന്നതാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് പറയുന്നത്. Then അവിടെ നിന്ന് 180 to the east, 180 to the west. ഇത്രയും കാര്യങ്ങൾ ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റി ഓർത്തു വയ്ക്കാം. അപ്പോൾ നമ്മൾ ലാറ്റ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലാറ്റ്റ്യൂഡ്സ് ഹൊറിസോണ്ടലി റണ്ണിങ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, ലോഞ്ചിറ്റ്യൂഡ്സ് വെർട്ടിക്കലി റണ്ണിങ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. Latitudes are complete circles. Longitudes are semicircles. Latitudes, the length of the latitude decreases from equator to poles. Length of the longitudes എല്ലാത്തിനും equal ആണ്. Two latitudes are parallel to each other. They never intersect. Longitudes, the distance between the longitudes are maximum at the equator. It reduces and finally intersects at the poles. Latitudes extends from 0 to 90 degree to the north, 0 to 90 degree to the south. Longitudes, they runs from 0 to 180 degree to the east and 180 degree to the വെസ്റ്റ്. ഇത്രയുമാണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ടൈമിന്റെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.